ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്ക്. ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോവാം, ഇന്ത്യയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ സിഡ്നിയിൽ നിന്ന് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഹാലിഫാക്സിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് സിഡ്നി ഹാലിഫാക്സ് പോയി ഞങ്ങൾ നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് അവിടെ നിന്ന് ഫ്ലൈറ്റ്. കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് പോകുന്നതിന് മുന്നേ ചെയ്യാനായിട്ടുള്ള. അതായത് ഞങ്ങളിപ്പോൾ പോകുന്നതിനുള്ള പ്രിപ്പറേഷനായിട്ട് കുറേ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങളാക്കാനായിട്ട് ഇതേ അജു ഉണ്ട്, ആദർശ്, എല്ലാവരും ഉണ്ട്. ഞങ്ങളെ കൊണ്ടുപോകണില്ല ഇന്ന്. അപ്പോൾ ഓൺ ദ വേ ഞാൻ എല്ലാ കാര്യങ്ങളും പോകുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാം, വഴികൾ കാണാം, പോകുന്ന വഴി പറഞ്ഞുതരാം. നമ്മൾ ഹാലിഫാക്സ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മാക്കേ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ആ ബ്രിഡ്ജ് കയറി പോകണമെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടോളുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമില്ല, ആകെ $1 ഉള്ളൂ. $1 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് 55 രൂപയായി. ചതിട്ട് കഴിഞ്ഞാൽ ഓക്കെ. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഹിന്ദിക്കാരും ഇല്ല, ബംഗാളികളും ഇല്ല, മലയാളികളും ഇല്ല. $1 കൊടുക്കുക, അട്ടങ്ങ് പോവാം. അങ്ങനെ നമ്മൾ ഹാലിഫാക്സ് എത്തി. ഈ മച്ചിയുടെ വീട്ടിലാണ്, കൊട്ടാരത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ സ്റ്റേ കഴിഞ്ഞ് നാളെ ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോകും. ഓക്കെ, അപ്പം അങ്ങനെ ഡെസ്റ്റിനേഷൻ ഹാലിഫാക്സ് എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഹാലിഫാക്സ് ഷോപ്പിംഗ് സെന്ററിൻ്റെ അകത്ത് കയറി. ഇവിടെ ആപ്പിളിന് മാത്രമായിട്ടൊരു സ്റ്റോറുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വെച്ച് പോവാണ്. എല്ലാവരും പോയിട്ടുണ്ട്. വാ, ഇവിടെ 7 മണി വരെ ഉള്ളൂ. ഞങ്ങളിപ്പോൾ 6:30 ഓൾറെഡി വൈകി പോകും. അതുകൊണ്ടിട്ട് ഓൾറെഡി എല്ലാ ഷോപ്പുകളൊക്കെ കുറേ ക്ലോസ്ഡായി. ഓക്കെ, നമുക്ക് നോക്കാം. ഞങ്ങൾ ആപ്പിൾ സ്റ്റോറിന് മുന്നിലെത്തി. ഇവിടെ എക്സ്ക്ലൂസീവായിട്ട് ആപ്പിൾ പ്രൊഡക്ട്സ് മാത്രമുള്ള സ്ഥലം. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തിരക്കാണ്. ക്ലോസിങ് സമയമായതുകൊണ്ട് ഇത്തിരി തിരക്കുണ്ട്. എല്ലാവരും ടെമ്പറേച്ചറൊക്കെ നോക്കി കയറണം. നമുക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം. ക്ലോസിങ് സമയം ആയതുകൊണ്ട് ചിലപ്പോൾ അവർ എൻട്രി സമ്മതിക്കില്ല. എന്തായാലും വാ. iPhone 12 ഇറങ്ങിയിട്ടുണ്ട്. 1399 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്, പ്ലസ് ടാക്സ്. പക്ഷേ സാധനം സ്റ്റോക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഓൺലൈൻ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വാങ്ങിയിട്ടില്ല, പോരുവാണ്. ഓക്കെ, നമുക്കല്ല നീമക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇതാണ് ഹാലിഫാക്സിലെ കോസ്കോ എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇവിടെ റീസണബിൾ റേറ്റിലേക്ക് കുറേ എല്ലാ സാധനങ്ങളും കിട്ടും എന്നാണ് അറിഞ്ഞത്. എന്താ പറയുക, പക്ഷേ ഇതിപ്പോൾ ക്ലോസ് ചെയ്യാൻ നേരം ഞങ്ങൾ വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര തിരക്കുണ്ട്. കുറച്ച് എല്ലാവരും ഓടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെ കിട്ടും, എങ്ങനെ സംഭവം എന്ന്. പ്രൈസും കാര്യങ്ങളൊന്നും അറിയില്ല. എനിവേ എന്തായാലും നോക്കാം, വാ. അങ്ങനെ നമ്മൾ ഹാലിഫാക്സ് എയർപോർട്ടിലെത്തി. ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് നല്ല ലഗേജൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും എൽദോസ് ഉണ്ട്, നീമയുണ്ട്, ആദർശ്, പിന്നെ അജു ആണ് ഇപ്പോൾ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത്. അജുവിനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അജു. അജു എത്ര 26 അല്ലേ? 26 വയസ്സ്. അപ്പോൾ നമ്മൾ ഹാലിഫാക്സ് എയർപോർട്ടിലാണിപ്പോൾ. ഇവിടെ ഇതുണ്ട്, ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ എല്ലാവരും മാസ്കും ചിലർ PPE കിറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ അത്യാവശ്യം ചെക്കിംഗ് ഉണ്ട്. നമുക്കിപ്പോൾ നാട്ടിലേക്ക് പോകണമെങ്കിൽ എന്താ പറയുക, എയർ സുവിധ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആപ്പ് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മളിവിടെ നിന്ന് അവർ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണതുകൊണ്ട് ഇതിൻ്റെ ബോർഡിംഗ് പാസ് ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്തു. നമുക്ക് കൊച്ചി വരെയുള്ള, പക്ഷേ ലഗേജ് നമുക്ക് ഡൽഹി വരെ കിട്ടുള്ളൂ.
ഞങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ലഗേജ് രണ്ടാമത് റീചെക്കിൻ ചെയ്യണം. കാരണം അവിടെ ചെന്നിട്ട് അവിടെ എന്തോ ഫോർമാലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് റീചെക്കിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. എനിവേ എന്തായാലും ഞങ്ങൾ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ പിന്നെ ടൊറൻറ്റോയിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞങ്ങൾ ടൊറൻറ്റോയിലെത്തി. ഇവിടെ ഇനി ഒരു കുറച്ച് സമയമുണ്ട്, ലേ ഓവർ ഉണ്ട്. ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് വരുന്നത് മ്യൂണിച്ചിലേക്കാണ്, മ്യൂണിച്ച് ജർമ്മനി. അവിടെ നിന്നാണ് പിന്നെ ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു, ഇത് കണ്ടോ, ആരും എത്തിയിട്ടൊന്നുമില്ല, ഇവിടെ എല്ലാം കാലിയാണ്. ഞങ്ങളുടെ ഗേറ്റിൽ വന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. കാലി ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ ഈ സമയമുള്ളതുകൊണ്ടായിരിക്കും, ഇനി ഫ്ലൈറ്റുകൾ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ആളുകൾ വരുള്ളൂ. ഓക്കെ, അപ്പോൾ സമയം കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളോട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടുത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഈ കോവിഡിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ട്രാവൽ ചെയ്യണതിന് കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് നാട്ടിൽ. അപ്പോൾ കുട്ടികളായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവർ ഫസ്റ്റ് ടൈം കാനഡയ്ക്ക് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യണതിന് കുറേ ഓതറൈസേഷൻ വേണം. അപ്പോൾ ഞങ്ങൾ ആദ്യം നമ്മളുടെ സ്കൂളിൽ നിന്നുള്ള അവരുടെ അഡ്മിഷൻ റെഡിയാക്കി. അപ്പോൾ അതിൻ്റെ പേപ്പർ വെച്ചിട്ട് നമ്മൾ IRCCക്ക് മെയിൽ ചെയ്തു. അവർ IRCC നിന്നുള്ള അപ്രൂവൽ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ എല്ലാ കാര്യങ്ങളും ശരിയാക്കി. പിന്നെ നമ്മൾക്ക് ട്രാവൽ ചെയ്യണമെന്ന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റേ ബോർഡർ സർവീസിൽ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് ട്രാവൽ ചെയ്യണതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളുടെ അവിടുത്തെ വർക്ക് പെർമിറ്റ്, നമ്മൾ നേരത്തെ ഇവിടെ വർക്ക് ചെയ്തിരുന്നിടത്തുനിന്നുണ്ടെങ്കിൽ ഒരു റെഫറൻസ് ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ നമ്മളുടെ ലീസ് എഗ്രിമെൻറ്റോ റെൻ്റൽ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ നമ്മളുടെ എന്തെങ്കിലും മൊബൈൽ ബില്ലോ, അങ്ങനെ നമുക്കിവിടെ നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ പ്രൂഫുകൾ ഉണ്ടെങ്കിൽ അതും എടുത്താൽ മതി. നമുക്ക് വേറെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷേ പിള്ളേർക്ക് വേണ്ടത് ഇതാണ്, IRCCയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പുതിയ റൂൾ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റുഡൻസിന്, ഇവിടുത്തെ സ്റ്റുഡൻസിന് ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, DLA എന്താ പറയുക, രജിസ്ട്രേഷനുള്ള കോളേജ് ആയിരിക്കണം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അതുകൂടാതെ അവർക്ക് കോവിഡ് റെഡ്നെസ് പ്ലാനിൽ ആ ലിസ്റ്റിലും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സ്റ്റുഡൻസിന് ട്രാവൽ ചെയ്യാനുള്ള പെർമിഷൻ ഇപ്പോൾ കൊടുക്കുകയുള്ളൂ. അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്ന റൂളാണ്. അപ്പോൾ എല്ലാം ദൈവം സഹായിച്ചിട്ട് കുഴപ്പമില്ലാണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ട്രാവൽ ചെയ്യുകയാണ് ഞങ്ങൾ. ഇനിയും റൂളുകൾ ചിലപ്പോൾ ചേഞ്ച് ചെയ്ത് വരാം, ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ പോയിട്ട് പിള്ളേരെ കൊണ്ടുവരാം എന്നുള്ളൊരു രീതിയിൽ പോവുകയാണ്. അപ്പോൾ ടൊറൻറ്റോയിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ജർമ്മനി, ഡൽഹി, കൊച്ചി, ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയേ പറയാം. ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. താഴെ ടൊറൻറ്റോ സിറ്റി, ചെറിയ മഴക്കാറുണ്ട്, അതാണ് ആ കാർമേഘം കാണുന്നത്. താഴെ ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ഉള്ളൂ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. താഴെ കാണുന്നതാണ് നമ്മളത് ശരിക്കും കേരളം പോലെ തന്നെ നല്ല കൃഷിയിടങ്ങളും ഒക്കെ ആയിട്ടാണ് സ്ഥലങ്ങൾ. ഇപ്പോൾ ഏകദേശം ഇവിടെ രാവിലെ 9 മണിയായി ജർമ്മനിയിൽ. അവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ടൊറൻറ്റോയിൽ നിന്ന് 8 മണിക്കൂറോളം ഉണ്ടായിരുന്നു യാത്ര. ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ജർമ്മനിയിലെത്തി, മ്യൂണിച്ചിൽ. ഇനി ഇവിടെ നിന്നൊരു 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനാണ് അടുത്ത ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ അടുത്തത് ലുഫ്താൻസയാണ്. അപ്പോൾ ഡൽഹിയിൽ കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഡൽഹിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. ഇതുണ്ട്, കോവിഡ് ടെസ്റ്റിൻ്റെ ഫോം ഫില്ല് ചെയ്യണം, പാസ്പോർട്ട് കൊടുക്കണം, പാസ്പോർട്ടിൻ്റെ അപ്പോൾ ഒരു കോപ്പി എടുത്ത് തരും.
അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്നുള്ള നെഗറ്റീവ് റിപ്പോർട്ട് വേണം, അവിടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് റിപ്പോർട്ട് വേണം, അതുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കേരളത്തിലേക്കേ പോകണം, ഞങ്ങൾ വരുന്നത് കാനഡയിൽ നിന്നാണ്, കാനഡയിൽ ഞങ്ങളുടെ പ്രൊവിൻസിലെ കേസുകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ടും ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യാൻ ക്യൂ നിൽക്കുകയാണ്. ഏകദേശം ഒരു 4-5 മണിക്കൂർ എടുക്കും എന്നാണ് കേൾക്കണത്. അപ്പോൾ ഇവിടെ അധികം സമയമില്ലാണ്ട് വരുന്ന കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കണക്ഷൻ ഉള്ള ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ലേ ഓവർ ഉള്ളത് നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി വരുന്നവർ. പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം പോകാൻ. ഞങ്ങൾക്കിനി രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ സമയമുണ്ട്, കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ ടെസ്റ്റ് കഴിഞ്ഞ റിസൾട്ട് എന്തോ 5 മണിക്ക് 4 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ട് കിട്ടും എന്ന് പറയാനുണ്ട്. പാസ്പോർട്ടൊക്കെ അവർ വാങ്ങി വയ്ക്കാണ്ട് അത് കഴിഞ്ഞിട്ട് എന്തോ തരുള്ളൂ. അപ്പോൾ ഒരു ഇതിൽ നിന്നുള്ള ഓരോ കൗണ്ടർ ഇങ്ങനെ കണക്ട് ചെയ്ത് ഫോം ഫില്ല് ചെയ്ത് ഫോട്ടോ കോപ്പി എടുത്തു അങ്ങനെ വരുവാണ്. ഇനി അടുത്തത് ടെസ്റ്റിംഗ് ആണ് മേളിൽ, അത് മേളിലാണ്. അപ്പോൾ അതിന് ലിഫ്റ്റിൽ വെയിറ്റ് ചെയ്യുക. ഓക്കെ. ഹലോ, ഞങ്ങൾ ഡൽഹിയിൽ എത്തിയിട്ട് ഒരു 8-ന് പണി മേടിച്ചിരിക്കും. പണി മേടിച്ചത് പറയാൻ പറ്റില്ല, പണി തന്നതാണ് നമ്മുടെ എയർപോർട്ടിൽ. ഭയങ്കര ഹാപ്പി ആയിട്ട് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോവിഡ് ടെസ്റ്റ് ഇവിടെ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്നുള്ള കോവിഡ് ടെസ്റ്റിന്റെ റിസൾട്ട് കാണും. ചെയ്തേ പറ്റുള്ളൂ, ചെയ്താലേ പുറത്തു പോകാൻ പറ്റുള്ളൂ. ഒരാൾക്ക് 5000 രൂപയാണ് ഫീസ് ചാർജ്. ഏകദേശം ഒരു 2 മണിയൊക്കെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, കൗണ്ടറിൽ ചെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്നാൾ രാവിലെ ഫ്ലൈറ്റ് ആണ്, 8 മണിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ 7:10 റിപ്പോർട്ടിങ് അല്ലാണ്. അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് ഇത് ടെസ്റ്റ് റിസൾട്ട് വരാനായിട്ട് 4 to 6 hours എടുക്കുന്നു. ഇവരാണെങ്കിൽ ഒന്നും ചെയ്തു തരുമല്ലോ. അവസാനം ഇവരവിടെ PR ആരോ കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ കണക്ട് ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. സിംപ്ലി അവർ സത്യം പറഞ്ഞാൽ ഇവരൊന്നും ചെയ്തു തരുന്നില്ല, നമ്മൾ വെറുതെ കൈയൊഴിയാണ്. എൻ്റെ കൂടെ 6 മണിക്ക് പോകേണ്ട ഹൈദരാബാദുകാരൻ പയ്യൻ, 7 മണിക്ക് 7:30 പോകേണ്ട സൂറത്തിലേക്ക് പോകുന്ന ഒരുത്തൻ, ഇതെല്ലാവരും കുറേ ആൾക്കാർ. ഞങ്ങൾ പിന്നെ അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും രാവിലെ ഒരു 6:30-7 മണി തുടങ്ങിയുള്ള ഫ്ലൈറ്റുകാരെല്ലാവരും ഉണ്ട്. എല്ലാവരും ഇതുപോലെ തന്നെ വെയിറ്റ് ചെയ്ത് എല്ലാവരും പറഞ്ഞിട്ട് ഇവർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ റീഷെഡ്യൂൾ ചെയ്ത് തരും, മാറ്റി തരും എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല റീഷെഡ്യൂൾ ചെയ്യാൻ. ഞാൻ അവിടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അവരുടെ അതായത് എയർലൈൻകാരുടെ കംപ്ലൈൻറ്റ് കൊണ്ടല്ല റീഷെഡ്യൂൾ ചെയ്യുന്നത്. നമ്മൾ റീഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കും. ഞാൻ റീഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് ഇന്നിനി വരെ ഫ്ലൈറ്റ് ഇല്ല, റീഷെഡ്യൂൾ വരാൻ നാളെ ഉള്ളൂ. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു ടെക്നീഷ്യനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നപോലെ, അപ്പോൾ ഏകദേശം 6:45 മണിയൊക്കെ എനിക്ക് ഇന്നപോലെയാണ് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് 7 മണിക്കായപ്പോൾ പോയിട്ട് ഒരു 7:20 കഴിഞ്ഞപ്പോഴത്തേന് 7:25 ആയപ്പോൾ എൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് ടൈം ഉണ്ട്. 7:25 എനിക്ക് അയാൾ പ്രിന്റ് എടുത്തുകൊണ്ടുവന്ന് എനിക്ക് ഓടിക്കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് പറഞ്ഞു ഈ ഞങ്ങൾ വരുന്ന എൻട്രി വഴിയുണ്ട് ആ വഴി കൂടി പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ കുളമണ ഇവന്മാർ അവർ പറഞ്ഞാൽ അവരാരും വോളണ്ടിയേഴ്സ് അവർ പറയുന്നത് അതിൽ പോകാൻ പറ്റില്ല, അത് എൻട്രി വഴിയാണ്, എക്സിറ്റ് വഴി. അപ്പോൾ അയാൾ പറഞ്ഞു ഇവർക്ക് ഫ്ലൈറ്റ് ടൈമായി അവർ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ഇതിലേ പോയാലും അതിലേ പോയാലും അത് സെയിം സമയമാണ്. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. നമ്മളിനി പൈസ വാങ്ങുന്നതാണ്, നമ്മളിത് ചെയ്യേണ്ടതാണ്, നമുക്ക് അവിടെ പോകേണ്ടതാണ്. ഞാൻ അവിടെ നിന്ന് ഞങ്ങൾ ഓടി 2 നില താഴത്ത് ഓടി വന്നു, ഇപ്പോഴത്തെ ടെർമിനലിൽ വന്ന് 2 നില പിന്നെ ഓടി മോളിൽ കയറി. ലിഫ്റ്റ് ഒന്നുമില്ലായിരുന്നു അവിടെ, ഓടി മോളിൽ കയറി ചെന്നപ്പോൾ 7:40 ഗേറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇൻഫോം ചെയ്തുകൊണ്ട് അവർ മാക്സിമം നോക്കി 7:30 വരെ നോക്കിയായിരുന്നു. 7:30 ആയപ്പോഴത്തേനും ഇത് ചെയ്തു. അപ്പൊ ഇനി വരുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ത്രൂ ഡൽഹി വഴി വരുന്നവർ. എന്താ പറയാ ഹൈദരാബാദ് വരെ അതിൻ്റെ ഇതിലുണ്ടായിരുന്നത് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ PCR ടെസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അവൻ ടെസ്റ്റ് ചെയ്ത് അവനെ നെഗറ്റീവ് റിപ്പോർട്ടും കൊണ്ട് അവൻ വന്നത്, പക്ഷെ അതിനകത്ത് PCR ടെസ്റ്റ് എന്നുള്ളത് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് ഇവിടെ ചെയ്യണം. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക ഇനി വരുന്നവർ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇത്ര സമയം ഒരു 10-12 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ലേവർ ഉണ്ടെങ്കിൽ മാത്രം ഇത് വഴി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റിസ്ക് ആണ് ഇതുപോലെ. അപ്പോൾ ഇവിടെയുള്ള അവരെ സംബന്ധിച്ച് അവർക്ക് വലിയ വിഷയമല്ല. അവർ പറയുന്നത് കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇതിങ്ങനെ സ്ഥിരം സംഭവിക്കുന്നതാണ്. എല്ലാവരും നിങ്ങൾ റീഷെഡ്യൂൾ ചെയ്യുമോ, നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തോ. അപ്പോൾ വെക്കേഷനിലെ ഒരു ദിവസം ഡൽഹിയില്ല ഹോളിഡേ ഹോട്ടലിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇത് ചെയ്യാൻ പുറത്തേക്കും പോകാൻ പറ്റില്ല കൊറോണ കാരണം. അത് കാരണം വന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഫ്രഷായി. ഇനി ഒന്ന് ഫുഡ് കഴിക്കണം, അടുത്ത ഉറക്കും. കാനഡയിലെ സമയം പോലെ തന്നെ. അപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ ഫുഡ് കഴിക്കുക. ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടെ നിന്ന് തന്നെ കഴിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നല്ല മീൻ കറി, ചിക്കൻ കറി, ബീഫൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിക്കാമെന്നുള്ള വളരെ പ്രതീക്ഷയിൽ വന്നിട്ട് ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെ ആയിട്ട്
അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല ഇതുവരെ. ഇനി ഇവിടുത്തെ ഫോർമാലിറ്റി എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങാമെന്നുള്ളതാണ്. പുറത്ത് വണ്ടി വന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ. ഓക്കെ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഡൽഹിയിൽ വന്നിട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ അവിടെ വന്നപ്പോഴും കുറച്ച് ലഗേജിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല ഇതുവരെ. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ, സെറ്റാണ്. അപ്പൊ ഞങ്ങളുടെ വഴിയിലേക്ക് എത്തുവാണ്. വഴി കയറുവാണ് അങ്ങോട്ട് വീട്ടിലേക്ക് എത്താനായിട്ട്. അപ്പൊ അവിടെ വീട്ടുകാരൊക്കെ വഴിയിൽ നിൽപ്പണ്ടില്ല. നേരെ കാണാം അമ്മയും ബിനു, മനു, ആന്റി ഒക്കെ നിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി. കാരണം പിള്ളേര് ചെയ്തു വെച്ചേക്കുന്ന അന്നമ്മയുടെ ഒക്കെ കലാവാസനം വെൽക്കം ഹോം. ഇനി 7 ദിവസം കഴിഞ്ഞ് കാണാമെന്നാണ് പറഞ്ഞേക്കുന്നത്. സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഇതെന്തോ സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്താണെന്ന് അറിയില്ല. ഹാൻഡമ്മ പിള്ളേര് ചെയ്തിരുന്നതാണ്. ഞങ്ങൾ വരുന്ന ടിക്കറ്റ് എടുത്ത സമയം മുതൽ കൗണ്ട് ഡൗൺ 70 ഡേയ്സിൽ കൗണ്ട് ഡൗൺ തുടങ്ങിയതാണ്. ഇന്നത്തെ എക്സ്ട്രാ ഒരു ദിവസം കൂടി വന്നു. അതോടെ വെട്ടി എഴുതിയിട്ടുണ്ട്.